സംസ്ഥാനത്ത് വന്യജീവി മനുഷ്യ സംഘർഷം രൂക്ഷമാകുന്നു. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. ഇവരുടെ മകന് ഗുരുതരമായി പരിക്കേറ്റു. കോഴിക്കോട് മുള്ളൻ പന്നി ഓട്ടോയ്ക്ക് കുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ യുവാവിന് ജീവൻ നഷ്ടമായി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ താമരശ്ശേരി ചുരത്തിൽ യുവാവിനെ പെരുമ്പാമ്പ് കടിച്ചു. വന്യജീവി സംഘർഷത്തിൽ ശാശ്വത നടപടികൾ ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങളും തുടരുകയാണ്. കാട്ടാനയാക്രമണം പതിവ് സംഭവമായി മാറുന്നതിനിടെ ഇടുക്കിയിലാണ് ഒരു മനുഷ്യജീവൻ കൂടി നഷ്ടമായിരിക്കുന്നത്. സൂര്യനെല്ലിയിലെ തിരുവള്ളുവർ ഉന്നതിയിൽ മാരിയും മകൻ രക്ഷനുമാണ് അപകടത്തിൽപ്പെട്ടത്. ഉന്നതിക്ക് സമീപമുള്ള സിങ്ക് കണ്ടത്തിന് സമീപമായിരുന്നു സംഭവം. രക്ഷനെ സ്കൂളിലാക്കാൻ പോകുന്നതിനിടെ പ്രധാന സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്ന 2 ആനകളാണ് ഇവരെ ആക്രമിച്ചത്. കനത്ത മൂടൽമഞ്ഞ് കാരണം ആനകളെ കാണാൻ സാധിച്ചിരുന്നില്ല. മാരി സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണാണ് 11 വയസ്സുള്ള രക്ഷന് പരിക്കേറ്റത്. തുടർച്ചയായി വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശത്ത് മതിയായ സുരക്ഷ ഒരുക്കാത്തതിലും മാരിയുടെ മരണത്തിലും നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ചിന്നക്കനാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലായിരുന്നു പ്രതിഷേധം. സംഭവം നടന്നു. 47 പേര് മരിച്ചിട്ട് നിങ്ങൾക്ക് ശാശ്വത പരിഹാരം DFOയും മന്ത്രിയും ഉൾപ്പെടെ സ്ഥലത്തെത്തണമെന്ന് നാട്ടുകാർ. മാരിയുടെ മൃതദേഹം നിലവിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മകൻ രക്ഷൻ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് നരിപ്പറ്റയിൽ മുള്ളൻപന്നി ഓട്ടോയ്ക്ക് കുറുകെ ചാടിയുണ്ടായ അപകടത്തിലാണ് ലിജേഷ് കുമാറിന് ജീവൻ നഷ്ടമായത്. മുള്ളൻപന്നിയെ പിടിക്കാതിരിക്കാൻ വാഹനം തിരിച്ചതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന ലിജേഷിന്റെ ഭാര്യ സൗമ്യയ്ക്ക് പരിക്കേറ്റു. ഇവർ നിലവിൽ ചികിത്സയിലാണ്. താമരശ്ശേരി ചുരത്തിൽ ഇന്നലെ രാത്രിയിലാണ് യുവാവിന് പെരുമ്പാമ്പ് കടിച്ചത്. നടു റോഡിൽ കിടന്ന പാമ്പ് കാരണം ഗതാഗത തടസ്സം ഉണ്ടായതോടെ റോഡിൽ നിന്നും നീക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. കൽപ്പറ്റ സ്വദേശി ആസാദിനാണ് കടിയേറ്റത്. കടിയേറ്റ ഭാഗത്തെ മാംസം വേർപെട്ട നിലയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ആസാദ് ചികിത്സയിലാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ആനയുടെയും മറ്റ് വന്യജീവി ആക്രമണങ്ങളിലും വിളകൾ നശിച്ചിരുന്നു. വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ ശാശ്വത നടപടികൾ ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.